പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ആമേൻ. റോമൻസ് 8:31. ഇഫ് ഗോഡ് ബി ഫോർ us, who can be against us? ഇതെല്ലാം നമുക്കെല്ലാവർക്കും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അറിയാവുന്ന ഒരു വാക്യമാണ്. നമ്മുടെ പ്രതികൂല അവസ്ഥയിലൊക്കെ നമ്മൾ ഈ വചനം ആമേൻ പറയാറുണ്ട്, ഓർക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആരെല്ലാം ഈ ലോകത്തിൽ നമുക്ക് പ്രതികൂലമായാലും സാരമില്ല, ദൈവം നമുക്ക് അനുകൂലമാണോ അത് മതി. ഹല്ലേലൂയ. ഒരു ഭാഗം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ മോശയുടെ മുഖത്തേക്ക് നോക്കുവാനിടയായിത്തീർന്നു. ആമേൻ സ്തോത്രം. അവർ പിറുപിറുക്കുവാനിടയായിത്തീർന്നു. മോശ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് എന്താ ആമേൻ, തൻ്റെ പ്രശ്നത്തിന് പരിഹാരം ദൈവം അവിടെ നൽകുവാനിടയായിത്തീർന്നു. മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതാണല്ലോ നല്ലത്. ആമേൻ. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആര് നിന്നാലും ആമേൻ സ്തോത്രം നാം പരാജയപ്പെട്ടു പോകുന്നില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ചെങ്കടൽ ദൈവം വിഭാഗിച്ച് തരുവാനിടയായിത്തീർന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ ഫറവോൻ്റെ സൈന്യം ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആർ? അവിടും ദൈവത്തിൻ്റെ കരം ദൈവം നീട്ടുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. വന്ന ശത്രു സൈന്യത്തെ ആ വെള്ളത്തിൽ മുക്കി ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ശത്രുവിൻ്റെ മേൽ ജയം നൽകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഈ ലോകത്തിൽ നാം ആമേൻ സ്തോത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആരെല്ലാം നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നാം ഒറ്റയ്ക്കാകുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. ആ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ കർമ്മേലിൻ്റെ മലമുകളിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഇത്രയും ജനത്തിൻ്റെ മുമ്പിൽ ആമേൻ ബാലും അശേര പ്രവാചകന്മാരുടെ മുമ്പിൽ ആമേൻ ഏലിയാവ് ഹല്ലേലൂയ ദൈവത്തെ വിളിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഏലിയാവ് ഒറ്റ പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ. അവിടെ ദൈവത്തിൻ്റെ തീ ഇറങ്ങുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആമേൻ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പലരും നമ്മുടെ എതിർ നിന്നു എന്ന് വന്നേക്കാം. പക്ഷെ അവിടെയെല്ലാം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവം സ്വയമേ ഇറങ്ങി വരുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അവിടെ ആമേൻ സ്തോത്രം ഏലിയാവിൻ്റെ ദൈവം അവിടെ ഏലിയാവിന് ഒരു മറുപടി നൽകുവാനിടയായിത്തീർന്നു. ആ തീ ഇറക്കുവാനിടയായിത്തീർന്നു. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ ആമേൻ ഭക്തനെ ദൈവം ലജ്ജിപ്പിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ ആമേൻ രാത്രി മുഴുവനും മീൻപിടുത്തത്തിന് ഹല്ലേലൂയ വലയിറക്കി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുന്ന പത്രോസിൻ്റെ പടകിൽ കർത്താവ് ഇരിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് ആമേൻ സ്തോത്രം ആ സമയത്ത് പത്രോസിനോട് ചോദിച്ചില്ല, നിൻ്റെ പ്രശ്നം എന്താ, നിൻ്റെ പ്രതികൂലം എന്താ, അല്ലെങ്കിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് ചോദിച്ചില്ല. എന്നാൽ ആമേൻ സ്തോത്രം അവൻ ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ദൈവം അവന് ആമേൻ സ്തോത്രം ചില പരിഹാരങ്ങൾ നൽകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദൈവം പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലിറങ്ങി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. ആമേൻ സ്തോത്രം. ആ വാക്കിന് പത്രോസ് വലയിറക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് എന്താ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അധികം ആമേൻ സ്തോത്രം മീൻ തനിക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ വലിയതും ചെറിയതുമായിട്ടുള്ള എല്ലാ തരത്തിലും ഇന്ന് വരെ പത്രോസ് കണ്ടിട്ടില്ലാത്ത ചില മീൻ ആമേൻ സ്തോത്രം പത്രോസ് കാണുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ആഴത്തിലിറങ്ങി മീൻ പിടിച്ച ആമേൻ പത്രോസിന് ദൈവം നൽകിയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മറുപടിയായിരുന്നു അത്. ആമേൻ. എന്നാൽ കർത്താവ് നമ്മുടെ പടകിലുണ്ടോ നാം ഭാരപ്പെടേണ്ട. നമ്മുടെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ദൈവം അറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ
ആമേൻ സ്തോത്രം, നാം ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഭാരങ്ങളും ചിന്താകുലങ്ങളും ദൈവത്തിൻ്റെ ആമേൻ മേൽ ഇട്ടുകൊള്ളുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ, ആ കർത്താവിൻ്റെ മേൽ നമ്മുടെ ചിന്താകുലങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരമായി ആ കർത്താവ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തായാലും ആമേൻ സ്തോത്രം, നമ്മുടെ പ്രതിസന്ധികൾ എന്തായാലും ആമേൻ അതിൻ്റെ മേൽ ഒരു പരിഹാരം ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം, ആരെല്ലാം നമുക്ക് പ്രതികൂലമായാലും സാരമില്ല, ദൈവം നമുക്ക് അനുകൂലമാണോ അത് മതി. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥനയോടായിരിക്കാം, ആ കർത്താവിനോട് നമുക്ക് ചേർന്നിരിക്കാം. ആമേൻ സ്തോത്രം, ഒന്നിനാലും നാം ഭാരപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ആമേൻ തക്ക സമയത്ത് ആമേൻ സ്തോത്രം നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവത്തിങ്കിലേക്ക് ആമേൻ നമ്മുടെ കണ്ണുകളെ ഉയർത്താം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. God bless you all.